രാജ്യമേൽപ്പിച്ച എല്ലാ പരീക്ഷകളിലും തോറ്റ ദേശീയ ഏജൻസിയുടെ പേരാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പാഠം പഠിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽ കൊണ്ടുവയ്ക്കുന്ന ഈ ഏജൻസി ഇനിയും പിരിച്ചുവിടേണ്ടതല്ലേ? നീറ്റിന് പിന്നാലെ നെറ്റ് പരീക്ഷയും കുളമാക്കിയ ഈ ഏജൻസി ഇപ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുകയാണ്. ഇതടക്കമുള്ള വിഷയങ്ങളാണിന്ന് ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഓണക്കാലമാകുമ്പോൾ വിലക്കയറ്റത്തിൽ പൊറുതുമുട്ടുകയാണ് കേരളം. അതോടൊപ്പം തന്നെ നെല്ല് സംഭരിച്ച കർഷകർക്ക് KSRTCയിലെ ജീവനക്കാർക്കടക്കം ശമ്പളം നൽകാതെ അവരെയും വഞ്ചിക്കുകയാണ് VD സതീശൻ സർക്കാർ. ഈവനിംഗ് ഡിബേറ്റ് തുടങ്ങുന്നു. UGC നെറ്റ് പുനഃപരീക്ഷയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയായിരുന്നു ഇന്ന് SFI. ഇന്ന് വൈകിട്ട് NT ആസ്ഥാനത്തേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യും. വ്യാപക പരാതികളാണ് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് NTA-ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. 3 പരീക്ഷകൾ, ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി, ഈ 3 വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളിൽ വ്യാപകമായ ഗുരുതരമായ പിഴവാണ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഈ 3 പരീക്ഷകളും റദ്ദാക്കേണ്ടി വന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക്. നീറ്റ് പരീക്ഷ രാജ്യമാകെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതിന് പിന്നാലെ നെറ്റ് പരീക്ഷയിലും വന്ന ഈ പിഴവുകൾ ഈ ഏജൻസിയുടെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇനിയും ഈ ഏജൻസി പിരിച്ചുവിടാത്തത് എന്തെന്നുള്ള ചോദ്യം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വിഷയമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഫെമിന, ഏതായാലും നീറ്റിന് പിന്നാലെ നെറ്റും കുളമാക്കി കഴിഞ്ഞു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി എന്ന വിളിപ്പേരുള്ള NTA. ഇന്ന് SFI അഖിലേന്ത്യാ തലത്തിൽ തന്നെ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന 4 മണിക്ക് നാഷണൽ NTA ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ഏജൻസി എന്തുകൊണ്ട് പിരിച്ചുവിടുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഒരു മന്ത്രിയുടെ രാജിക്ക് വരെ ഇടയാക്കിയിട്ടും ഈ ഏജൻസി ഇങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ കാരണം എന്താണ്? രാജ്യത്തെ ജനങ്ങൾ സംശയിക്കുന്ന പോലെ വലിയ മാഫിയ കൂട്ടുകെട്ടിൻ്റെ ഭാഗം തന്നെയാണോ NTA എന്ന ചോദ്യം ഉയരുകയാണ്. എന്താണ് സർക്കാർ പറയുന്നത്, NTA പറയുന്നത് SFIയുടെ പ്രതിഷേധത്തെക്കുറിച്ചും? നിൽക്കുന്നത് ദില്ലിയിലെ NTA ആസ്ഥാനത്തിന് മുൻപിലാണ്. SFIയുടെ പ്രതിഷേധം ഇന്ന് 3 മണിക്കാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ NTA ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടക്കും. SFI മാത്രമല്ല, ASF, ISA തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും ഈ NTA ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഈ ഒരു പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദില്ലി പോലീസിൻ്റെയും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെ തടയുന്നതിനായിട്ട് ഇവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതിന് പിന്നാലെ തന്നെ NTA-ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ നെറ്റ് പരീക്ഷാ പേപ്പർ കഴിഞ്ഞ ജൂൺ 30-നാണ് ഈ സോഷ്യോളജി പേപ്പറിന് പരീക്ഷ നടന്നത്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെയാണ് സോഷ്യോളജി, അതുപോലെ തന്നെ ഈ കൊമേഴ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പരീക്ഷകളും നടന്നത്. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് 1.5 മാസം പിന്നിടുമ്പോഴാണ് ഉത്തരസൂചിക പ്രഖ്യാപിക്കുന്നത്. അതിനിടയിലാണ് ഈ ഉത്തരസൂചിക വൈകി പ്രസിദ്ധീകരിച്ചതിനെതിരെ തന്നെ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ NTA പറയുന്നത് ഈ പരീക്ഷ പുനഃപരീക്ഷ നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനം NTA ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം, ഇത്തരത്തിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പിഴവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷാ പേപ്പറുകളിൽ നിന്ന് സമാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ഈ പരാതികളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് NTA ഒരു നടപടി എടുക്കുന്നതിന് ഇത്രയും ദിവസം കാത്തിരുന്നത് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. പ്രധാനമായും ഈ പരീക്ഷയുടെ ഫലം അറിഞ്ഞതിന് ശേഷം PhD പ്രവേശനത്തിനൊക്കെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പരീക്ഷാ ഫലം വൈകി. ഇപ്പോൾ ഈ ഒരു പുനഃപരീക്ഷ പ്രഖ്യാപിക്കുന്നതിന് തന്നെ ഇത്രയും ദിവസം എടുത്തതിൻ്റെ കാരണം എന്താണ് എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ CJP പ്രതിഷേധം നടന്ന സമയത്ത് ആ ഒരു പ്രതിഷേധത്തെ ഭയന്നുകൊണ്ടാണ് ഈ NTA ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവും ഇത്തരത്തിൽ ഈ ഒരു പുനഃപരീക്ഷ അല്ലെങ്കിൽ പിഴവുകൾ നേരത്തെ അറിഞ്ഞിട്ടും ഇത് വിദ്യാർത്ഥികളിൽ നിന്നും മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ വിദ്യാർത്ഥി പ്രതിഷേധം
നേരിടുന്നതിനായിട്ട് ഈ കൂടുതൽ അർദ്ധ സൈനിക വിഭാഗം CRPF ഒക്കെ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാം. അല്പസമയത്തിനുള്ളിൽ തന്നെ SFIയും ASFും അതുപോലെ തന്നെ ISAയും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇപ്പോൾ NTAയുടെ ആസ്ഥാനത്തേക്ക് വരും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ് ഇത്തരത്തിൽ റദ്ദ് ചെയ്യപ്പെടുന്നത്. പുനഃപരീക്ഷ സെപ്റ്റംബറിൽ നടത്തുമെന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു ക്രമക്കേട് ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിട്ടും ഇത്തരത്തിൽ NTAയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ NTA ഒരു ആക്ഷൻ എടുക്കുന്നതിന് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇതിനാരാണ് ഉത്തരം പറയേണ്ടത്? NTA